If a set has got only one element, it is called singleton. If a set has got only one element, that is called singleton. Example ആണെങ്കിൽ m is equal to set x such that x is an element of n 2 less than x less than 4. 2 less than x less than 4. That is, x is an element or x is a number which lies between 2 and 4. Which lies between 2 and 4. You know, 3 is the only one element, one number which lies between 2 and 4. Or we say 3 is greater than 2 and less than 4. So, when we write this in roster form, we write m is equal to set 3. ഇതിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ എന്ന് പറയുന്നത്. ഒറ്റ മെമ്പർ, ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള ഒരു സെറ്റാണ്, അതിനാണ് സിംഗിൾട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ എക്സാമ്പിൾസ് നമുക്ക് ധാരാളം എടുക്കാൻ പറ്റും. നമുക്ക് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഇക്വലൻ്റ് ഈക്വൽ സെറ്റ്. എന്താണ് ഈക്വൽ സെറ്റ്? ഈക്വൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാത്തമാറ്റിക്സിൽ ഈക്വൽ എന്ന കൺസെപ്റ്റ്. വാട്ട് ഈസ് ദി കൺസെപ്റ്റ്? ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് ലൈൻ ഇടും. എം ഈസ് ഈക്വൽ ടു 5 എന്നെഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ രണ്ട് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കും, ഇങ്ങനെയൊക്കെ വരയ്ക്കും. അങ്ങനെ വരയ്ക്കാൻ പാടില്ല. അത് ശരിക്കും രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പാരലൽ ലൈൻസ് വരയ്ക്കണം. അതാണ് നിയമം. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് അതൊന്നും നോക്കില്ല. ഇപ്പം നമുക്കറിയാം ശ്രീനിവാസ രാമാനുജത്തിൻ്റെയൊക്കെ നോട്ട്ബുക്ക്, അതുപോലെ തന്നെ ചില ഐസക് ന്യൂട്ടൻ്റെ നോട്ട്ബുക്ക്, അതിലൊക്കെ അവർ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊന്നും എഴുതിയിട്ടുണ്ടാവില്ല, വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഫർമാറ്റിൻ്റെ ലാസ്റ്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. ഫർമാറ്റിൻ്റെ ലാസ്റ്റ് തിയറം അല്ലെങ്കിൽ വളരെയധികം മാത്തമാറ്റിക്സ് റിസർച്ചേഴ്സിനെ അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യൻസിനെയൊക്കെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു തിയറമാണത്. അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൻ്റെ മാർജിനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. a⁻³ + a⁻n + b⁻n = c⁻n എന്ന ആ ഫർമാറ്റിൻ്റെ തിയറം, ലാസ്റ്റ് തിയറം. ഈ ലാസ്റ്റ് തിയറം എഴുതിയിരിക്കുന്നത് ഒട്ടും ശ്രദ്ധിക്കാതെ ഒരു മൂലയ്ക്കാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നിട്ടുണ്ടാവുക, വേഗം എഴുതി വെച്ചു. അപ്പോൾ അതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. എങ്കിലും നമ്മൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഈക്വൽ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കലി ഈക്വൽ എന്നാണ് മീനിങ്. രണ്ടും ഒരേപോലെ ഉണ്ടാവണം, രണ്ടും ഒരേപോലെ. അപ്പോഴാണ് നമ്മളത് ഈക്വൽ എന്ന് പറയുന്നത്. ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈക്വൽ ഒന്നും അല്ല. പക്ഷെ നമ്മളതങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന പോലെ എടുക്കും, അങ്ങനെ എടുക്കും. പക്ഷേ മാത്തമാറ്റിക്സിൽ ഈക്വൽ എന്ന് പറയുമ്പോൾ അത് 100% സെയിം തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനെ രണ്ട് സെറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. എം ഈസ് ഈക്വൽ ടു സെറ്റ് AEIOU. n is equal to set x such that എന്തെഴുതാൻ പറ്റും? x is yes a vowel, അല്ലേ? vowel in English alphabet. n is equal to x such that x is a vowel in English alphabet. അതും AEIOU ആണ്. രണ്ടും AEIOU ആണ്. ഇത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇത് ഏത് ഫോമിൽ എഴുതിയിട്ടുണ്ട്? സെറ്റ് ബിൽഡർ ഫോമിൽ. രണ്ടിലും വരുന്ന എലമെൻറ്റ്സ് സെയിം തന്നെയാണ്. ആദ്യത്തെ സെറ്റായാലും രണ്ടാമത്തെ സെറ്റായാലും രണ്ടിലും ഉള്ളത് AEIOU ആണ്. സോ വി റൈറ്റ് ഹിയർ m ഈസ് ഈക്വൽ ടു n. m ഈസ് ഈക്വൽ ടു n എഴുതാം. ബിക്കോസ് both sets are having the same one and same element, identically same ആണ്. അതുകൊണ്ട് നമുക്ക് അതിങ്ങനെ എഴുതാം. സോ ഈക്വൽ സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണം. അപ്പോൾ ഒരു സംശയം ചോദിക്കാം, രണ്ട് സെറ്റുകൾ ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? ഫൈനൈറ്റിനാണോ ഇൻഫിനിറ്റിനാണോ? ഫൈനൈറ്റ്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റിന് മാത്രമേ ഈക്വൽ എന്ന് പറയാൻ പറ്റൂ. കാരണം എണ്ണാൻ പറ്റുന്നുണ്ട്. എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറേ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
അപ്പോൾ കൃത്യമായിട്ട് എണ്ണാൻ പറ്റുമ്പോഴാണ് നമുക്കത് ഈക്വൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇക്വലൻ്റ് സെറ്റ്. എന്താണ് ഇക്വലൻ്റ്? നമ്മൾ കോൺഗ്രുവൻസ് തിയറം പഠിച്ചിട്ടുണ്ട്. SAS അല്ലെ, SAS പോസ്റ്റുലേറ്റ്, SSS തിയറം, RHS തിയറം, പിന്നെന്താണ് SAA അല്ലെങ്കിൽ ASA, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പറയുന്നത് ഒരു ആംഗിള് മറ്റേ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിള് മറ്റേ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കണം, ഒരു സൈഡ് മറ്റേ സൈഡിന് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ സിമിലറിൽ എന്താ പറയുന്നത്? ആംഗിൾ ഈക്വൽ ആവണം, പക്ഷെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയാൽ മതി, അല്ലെ, പ്രൊപ്പോർഷണൽ ആയാൽ മതി. അങ്ങനൊരു കൺസെപ്റ്റ് മാറ്റമുണ്ട്. അതേപോലെയാണ് ഇക്വലൻ്റ്. ഇക്വലൻ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റിലത്തെ എലമെൻസിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ അതിനെ ഇക്വലൻ്റ് സെറ്റ് എന്ന് പറയാം. That is, when the number of elements in two sets are equal, number of elements in two sets are equal, that is called, the sets are called equivalent set. അവിടെ വൺ ആൻഡ് സെയിം ആവണമെന്നില്ല, ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് വരണമെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ P is equal to 1, 2, 3, 4, 5. Q is equal to 15, 16, 17, 18, 19. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. ഇതിലും 5 എലമെൻറ്റ്സ് ഉണ്ട്. സോ by equivalent set we mean two sets having the same number of elements. ഈ സെയിം നമ്പർ അതിനെ നമ്മൾ പറയുന്നത് കാർഡിനാലിറ്റി എന്ന് പറയും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് കാർഡിനൽ നമ്പർ. രണ്ട് തരത്തിൽ നമ്പേഴ്സ് നമ്മൾ പറയും. ഒന്ന് കാർഡിനൽ നമ്പർ, പിന്നൊന്ന് ഓർഡിനൽ നമ്പർ. കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 etc. ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് കാർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ് പറഞ്ഞാൽ ഓർഡർ കാണിക്കുന്ന നമ്പേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കാർഡിനൽ നമ്പർ അല്ല ഓർഡിനൽ നമ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, കൗണ്ട് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഏതാണ്? ഏത് നമ്പേഴ്സാണ്? കാർഡിനൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ കാർഡിനാലിറ്റി എന്ന് പറയും. അപ്പോൾ ഈ P എന്ന സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് N of P എന്നാണ്. N of P ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് എന്നാണ് വായിക്കുന്നത് മാത്തമാറ്റിക്സിൽ. സോ N of P എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം P എന്ന സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് P. ഇവിടെ സെറ്റ് Pയിലത്തെ എണ്ണം 5 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം P എന്ന സെറ്റിൻ്റെ കാർഡിനാലിറ്റി 5 ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കാർഡിനൽ നമ്പർ 5 ആണ്. Q എന്ന സെറ്റിലും നമുക്കറിയാം N of Q എന്ന് പറയുമ്പോൾ Q എന്ന സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഹിയർ ഇറ്റ് ഈസ് 5. അപ്പോൾ രണ്ട് സെറ്റിൻ്റെയും കാർഡിനാലിറ്റി ഈക്വൽ ആണ്. രണ്ടിലും കാർഡിനാലിറ്റി 5 ആണ്. സോ വി റൈറ്റ് N of P ഈക്വൽ ടു N of Q എന്നെഴുതാം. N of P ഈക്വൽ ടു N of Q. അപ്പോൾ നമുക്ക് പറയാം ഈ Pയും Qവും എന്ത് സെറ്റാണ്? ഇക്വിവലൻ്റ് സെറ്റാണെന്ന് പറയാം. ഇതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കൊടുത്തിട്ടില്ല തോന്നുന്നു, എങ്കിലും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. രണ്ട് സെറ്റുകൾ number of elements equal ആവുമ്പോൾ we say the cardinality of those sets are same. അപ്പോൾ നമ്മൾ പറയുന്നത് P എന്ന സെറ്റും Q എന്ന സെറ്റും എന്താണെന്ന് പറയാം? ഇക്വിവലൻ്റ് സെറ്റാണെന്ന് പറയാം. Now we go to universal set. യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ടൈപ്സ് ഓഫ് സെറ്റ്സിൽ ആദ്യം പറഞ്ഞത് എം ടി സെറ്റാണ്. എം ടി സെറ്റ് പറഞ്ഞാൽ എ സെറ്റ് ഹാവിങ് നോ എലമെൻറ്റ്സ്. അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ സിറ്റുവേഷനിൽ കൂടിയാണ് അടുത്തതിലേക്ക് നമ്മൾ വരുന്നത്. അടുത്തത് സിംഗിൾട്ടൺ ആണ്. ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള ഒരു സെറ്റ് സിംഗിൾട്ടൺ. നെക്സ്റ്റ് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൗണ്ടബിൾ ആയിരിക്കണം, നമുക്ക് എണ്ണി എടുക്കാൻ പറ്റണം. അത് പറ്റാത്തതിനാണ് ഇൻഫിനിറ്റ് സെറ്റ് പറയുന്നത്. ദി സെറ്റ്സ് വിച്ച് ആർ നോട്ട് ഫൈനൈറ്റ് ആർ കോൾഡ് ഇൻഫിനിറ്റ് സെറ്റ്. ദെൻ ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലെ എലമെൻറ്റ്സ്
ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഐഡൻറ്റിക്കൽ, സെയിം നമ്പറും ആയിരിക്കണം, സെയിം എലമെൻറ്റും ആയിരിക്കണം, ഒന്ന് കൂടാനും കുറയാനും പാടില്ല. അതിനാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇക്വലൻ്റ് സെറ്റാണ്. ഇക്വലൻ്റ് സെറ്റിൽ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെൻസിനെ അതിൻ്റെ കാർഡിനൽ നമ്പർ എന്ന് പറയും. കാർഡിനൽ നമ്പർ ഓർ കാർഡിനാലിറ്റി. ഇപ്പം എം എന്നൊരു സെറ്റ് ഉണ്ട്, അതിൽ 17 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വി സേ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എം ഈസ് 17 എന്ന് പറയാം. അപ്പോൾ രണ്ട് സെറ്റിൻ്റെ കാർഡിനൽ നമ്പേഴ്സ് ഓർ കാർഡിനാലിറ്റി ഈക്വൽ ആണെങ്കിൽ വി സേ ദോസ് സെറ്റ്സ് ആർ ഇക്വലൻ്റ് സെറ്റ്സ്. ഓക്കെ, നൗ വി ഗോ ടു സബ്സെറ്റ്, കൺസെപ്റ്റ് ഓഫ് സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ് എന്ന് നോക്കാം. ഒരു സെറ്റ് കൺസിഡർ ചെയ്യണം. P is equal to set A 3 B 5 C 7. ഒരു സെറ്റ് കൺസിഡർ ചെയ്തു. A 3 B 5 C 7. ഓക്കെ, എത്ര എലമെൻ്റ് ഉണ്ട് ഇതിൽ? 1 2 3 4 5 6, 6 എലമെൻ്റ് ഉണ്ട്. ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കുകയാണ്. നമുക്ക് ഒരു വെറും 3 എലമെൻ്റ് മാത്രമുള്ള ഒരു സെറ്റ് എടുക്കാം. 3 എലമെൻ്റ് A 3 B എന്നൊരു സെറ്റ്. ഈ സെറ്റിൽ 3 എലമെൻ്റ് ഉണ്ട്. നമുക്ക് ഒരാൾ വന്നത് ചൂസ് ചെയ്യുന്നത് 3 ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വയ്ക്കുക. ഒരു 3 ഒബ്ജക്ട്സ് ഉണ്ട്. ഒരാൾ വന്നിട്ട് ഞാൻ പറയണ നിങ്ങൾ ഇഷ്ടമുള്ളത് ഒന്ന് എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ഒരെണ്ണം മാത്രം എടുക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ എടുക്കുക? വേണമെങ്കിൽ എ മാത്രം എടുക്കാം, എനെ എടുത്തു. പിന്നെയോ അതല്ലെങ്കിൽ 3 മാത്രം എടുക്കുന്നു, അല്ലെങ്കിൽ ബി മാത്രം എടുക്കുന്നു. There are 3 possibilities. ഞാൻ പറയണ ഒരാൾ വന്നു, എൻ്റെ അടുത്തൊരു സെറ്റുണ്ട്, സെറ്റോ അല്ലെങ്കിൽ 3 ബോളുകളുണ്ടെന്ന് വെച്ചിരിക്കുക. ബോളുകൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. R ഈസ് ഈക്വൽ ടു ഇതൊരു ബ്ലൂ ബോളാണ്, ബ്ലൂ ബോള്. പിന്നെ ഒരു യെല്ലോ ബോള്, മറ്റൊരെണ്ണം ഒരു ഗ്രീൻ ബോള്. അപ്പം 3 ബോളുകളാണ്. ബോളിൻ്റെ ചിത്രമൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6 എന്നൊരു സെറ്റാണ്. 3 ബോളുണ്ട്. ഒന്ന് ബ്ലൂ ആണ്, അതിൻ്റെ കളർ ബ്ലൂ ആണ്, പിന്നൊന്ന് യെല്ലോ ആണ്, പിന്നൊന്ന് ഗ്രീൻ ആണ്. ഞാനൊരു കുട്ടീനെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതിന്നൊരു ബോൾ എടുത്തോളാൻ പറയണം. അപ്പോൾ ആ കുട്ടി എടുക്കാനുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്? ചാൻസിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം നിങ്ങളിത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പോൾ പ്രോബബിലിറ്റി ഒന്നും ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ സെലക്ഷൻ മാത്രം എടുക്കണം, സെലക്ട് ചെയ്യണം. നമ്മളൊരു ബോൾ സെലക്ട് ചെയ്യാൻ പറയണം. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ഇതിനെ R1 എന്നിരുന്നു. ഫസ്റ്റ് പോസിബിലിറ്റി, ആ കുട്ടിക്ക് വേണമെങ്കിൽ ബ്ലൂ ബോൾ മാത്രം എടുക്കാം, അല്ലേ? ബ്ലൂ ബോൾ മാത്രം എടുക്കാം. അല്ലെങ്കിൽ R2 എന്നാണെങ്കിൽ ആ കുട്ടിക്ക് യെല്ലോ ബോൾ മാത്രം എടുക്കാം, യെല്ലോ ബോൾ. അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഗ്രീൻ ബോള് മാത്രം എടുക്കണം. അപ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. 3 ബോള് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അതിനൊരു സെറ്റ് എന്ന് പറയാം. ഫിസിക്കലായിട്ട് പറയുമ്പോൾ 3 ബോളുണ്ട്, ഒരു ഡിഷിൻ്റെ ഉള്ളിൽ, പാത്രത്തിൻ്റെ ഉള്ളിലാണ് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ഇതിനെ ഒരു സെറ്റായിട്ട് കണക്കാക്കാം. ആ സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് ബ്ലൂ ആണ്, പിന്നൊന്ന് ഗ്രീൻ ആണ്, പിന്നൊന്ന് യെല്ലോ ആണ്. ഓക്കെ, ഇതിലിപ്പോൾ എങ്ങനെ എഴുതിയാലും ഒരു ഫലമാണ്. BYG എന്ന് എഴുതിയാലും GYB എന്ന് എഴുതിയാലും ഒന്നാണ്. കാരണം നമുക്കറിയാം റോസ്റ്റർ ഫോമിൽ ഏത് ക്രമത്തിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. അവിടെ ഓർഡർ ഇമ്മെറ്റീരിയലാണ്, ശരിയല്ലേ? ഓർഡർ ഈസ് ഇമ്മെറ്റീരിയൽ, എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കുട്ടി വന്നിട്ട് ഒരു ബ്ലൂ ബോൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു യെല്ലോ ബോൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബോൾ എടുക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റെസ്ട്രിക്ഷൻ, ഒരു കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്, നിബന്ധന വെച്ചിട്ടുണ്ട്. ഒരു പന്ത് മാത്രമേ എടുക്കാൻ പറ്റൂ. അടുത്തത് ഞാൻ പറയുന്നത്, ഞാൻ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. ഓക്കെ, കുറച്ചുകൂടി ഒരു കുട്ടിക്ക് ഫേവറായിട്ട് ഞാൻ പറഞ്ഞു 2 ബോൾ എടുത്തോളാൻ പറയണം. യു ക്യാൻ ടേക്ക് 2 ബോൾ അറ്റ് എ ടൈം.
പക്ഷെ 3 എണ്ണം എടുക്കാൻ പറ്റില്ല, 2 എണ്ണം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് പോസിബിലിറ്റി? R4 ഈസ് ഈക്വൽ ടു ബിയും വൈയും എടുത്തു, അല്ലെങ്കിൽ അതായത് ബ്ലൂ ബോളും യെല്ലോ ബോളും എടുത്തു. R5 അടുത്ത പോസിബിലിറ്റി, ഒരു ബ്ലൂ ബോൾ എടുത്തു, ഗ്രീൻ ബോൾ എടുത്തു. അടുത്തത് R6 എന്നൊരു പോസിബിലിറ്റി പറയുന്നത് യെല്ലോ ബോളും ഗ്രീൻ ബോളും എടുത്തു. എല്ലാം ചെറിയ അക്ഷരം എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. ഇതൊന്നും അത്ര ഇല്ലെന്ന് ഞാൻ പേരാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും ഇങ്ങനെ തന്നെ എഴുതാം. ഫോർ സംശയം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ബോൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ബ്ലൂ ബോൾ എടുക്കാം, അതാണ് R1 ഈസ് ഈക്വൽ ടു സെറ്റ് ബി എന്ന് എഴുതിയത്. യെല്ലോ ബോൾ എടുക്കാം, അതാണ് R2 ഈസ് ഈക്വൽ ടു സെറ്റ് വൈ എന്ന് എഴുതിയത്. R3 ഈസ് ഈക്വൽ ടു സെറ്റ് ജി. R3 ഈക്വൽ ടു സെറ്റ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? that boy or girl, that child is taking a green ball from the 3 balls, set of 3 balls, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ റിലാക്സ് ആയി പറയണ, കുട്ടിയോട് ഫേവർ കാണിക്കുകയാണ്. 2 ബോൾ എടുത്തോളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി ബ്ലൂവും യെല്ലോ എടുക്കാം, ബ്ലൂവും ഗ്രീനും എടുക്കാം, യെല്ലോവും ഗ്രീനും എടുക്കാം. അതിപ്പോൾ തിരിച്ച് യെല്ലോ ബ്ലൂ എടുത്താലും അവസാനത്തെ റിസൾട്ട്, അതായത് ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ബ്ലൂവും യെല്ലോവും ആണ്, അല്ലെങ്കിൽ ബ്ലൂവും ഗ്രീനും ആണ്. അത് ഏതാണ് ആദ്യം എടുക്കുന്നത് എന്നത് നമ്മൾ നോക്കുന്നില്ല. യെസ്, ഏതാണ് ആദ്യം വരുന്നത്, ഏതാണ് രണ്ടാമത് വരുന്നത് എന്നത് പ്രത്യേകം പരാമർശിക്കുന്ന, പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഒരു നല്ല ചാപ്റ്ററാണ്, ഹൈലി കൺഫ്യൂസിങ്. ഏതാണ് നമ്മൾ ചെയ്യുന്നത്, പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കണോ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നു, അവിടേക്കാണോ ശരിക്കും മാത്തമാറ്റിക്സിൻ്റെ ബ്യൂട്ടി വരുന്നത്. ഏതാണ് വേണ്ടത്, ഏത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല. വൺ ഈസ് സെലക്ഷൻ, അതർ ഈസ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ സെലക്ഷനാണ് വരുന്നത്. ഏത് സെലക്ട് ചെയ്താലും, ഞാൻ ഈ ഷർട്ട് ആദ്യം എടുത്തു, പിന്നെ പാൻറ് എടുത്തു, പാൻറ് ആദ്യം എടുത്തു, ഷർട്ട് എടുത്തു, ഏതായാലും 2 കഴിഞ്ഞ റിസൾട്ട് എന്തായിരിക്കും? ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒന്ന് തന്നെ ആയിരിക്കും. ഞാൻ ആദ്യം ഷർട്ടാണ് എടുത്തത്, എനിക്ക് അതിൻ്റെ തന്നെ ബില്ല് ആദ്യം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ല, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ബ്ലൂ യെല്ലോ ആയാലും യെല്ലോ ബ്ലൂ ആയാലും വിച്ച് ഈൽസ് ദ സെയിം റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടി റിലാക്സ്ഡായി, ഒന്നുകൂടി ഒന്ന് അയഞ്ഞു കൊടുക്കുകയാണ്. 3 ബോൾ എടുക്കാം നിങ്ങൾക്ക്, യു കൻ ചൂസ് all the 3 balls എന്ന് പറഞ്ഞാൽ ആ കുട്ടി വന്നിട്ട് എന്ത് ചെയ്യും? 2 കൈ കൊണ്ടും കൂടി, അല്ലേ, എത്ര ബോൾ എടുക്കും? 3 ബോളും. ബ്ലൂ എടുത്തു, യെല്ലോ എടുത്തു, ഗ്രീൻ എടുത്തു. അപ്പോൾ 3 ബോൾ ഒരേ സമയത്ത് എടുത്തോളാൻ പറഞ്ഞാൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, ബ്ലൂ യെല്ലോ ഗ്രീൻ. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? ഞാൻ പറയുന്നത് 1 ബോൾ എടുത്തോളൂ. കുട്ടി പറഞ്ഞാൽ എനിക്കൊരു ബോൾ വേണ്ട, 2 എണ്ണം എടുത്തോ, ഒന്നും വേണ്ട, 2 എണ്ണം എടുത്തോ. അപ്പോൾ എനിക്ക് 2 ബോളും വേണ്ട. മൂന്നാമത്തെ ഞാൻ പറയണ ഓയിക്കോട്ടെ 2 വേണ്ട, എന്നാൽ 3 ബോൾ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയാ എനിക്ക് 3 ബോളും വേണ്ട എന്ന് പറയുന്നൊരു ചാൻസ് ഉണ്ട്. എനിക്ക് വേണ്ടത് റെഡ് ബോളാണ്, എനിക്ക് വേണ്ട റെഡ് ബോളാണ്, റെഡ് ബോൾ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊന്നും പറ്റില്ല, അല്ലേ? അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? വന്ന് പാത്രമൊക്കെ എടുത്ത് തുറന്നു നോക്കി, 1 ബോളും കണ്ടില്ല, മിണ്ടാതെ തിരിച്ചു പോകുന്നു, ഒന്നും എടുത്തില്ല. ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? വരുന്ന സമയത്ത് ദാറ്റ് ബോയ് ഓർ ഗേൾ, ദാറ്റ് ചൈൽഡ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കളക്ഷൻ. അപ്പോൾ പറയണേ എനിക്കിത് വേണ്ട. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, നമ്മളൊരു തുണി പിരികൽ പോകുന്നു, 10ഓ 15ഓ ഷർട്ടോ അല്ലെങ്കിൽ സാരീസോ ചുരിദാറോ ഒക്കെ എടുത്ത് നോക്കും, ഇതൊന്നും എനിക്ക് വേണ്ട, മിണ്ടാതെ പോയി. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ്, ആ പോസിബിലിറ്റിയാണ് ഏത്? എംപ്റ്റി സെറ്റ്. സോ എംപ്റ്റി സെറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് കളക്ഷൻ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. സബ്സെറ്റ് ഓഫ് ആർ. ആർ എന്നൊരു സെറ്റിന് സബ്സെറ്റുകളുണ്ട്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സബ് നമ്മൾ പറയും ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, അല്ലേ? കളക്ടർ, സബ് കളക്ടർ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ അത്രയും പവർ ഇല്ല, പക്ഷേ എണ്ണം കുറഞ്ഞിട്ട്.
ഇവിടെ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് എടുക്കാൻ പറ്റില്ല, സെയിം നമ്പർ വരുന്നുണ്ട് എങ്കിലും കോമൺലി യൂസ്ഡ് വേർഡ് ഈസ് സബ്സെറ്റ്. സോ ആർ എന്നതിൻ്റെ സബ്സെറ്റാണ് ഇത്. R1 എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ് നമുക്ക് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും, ഐ മീൻ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. 1 at a time, then 2 at a time, 3 at a time, 4 at a time, 5 at a time, അല്ലെങ്കിൽ all at a time. പിന്നെ അതിൻ്റെ കൂടെ no one at a time, അല്ലേ, ഒന്നും വേണ്ട, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും ബോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ, അവരെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. ആ കൺസിഡറേഷനാണ് R8 എന്ന് പറയുന്ന അവസാനത്തെ സെറ്റ്, ദാറ്റ് ഈസ് empty സെറ്റ്. ഓർ യു ക്യാൻ റൈറ്റ് R8 ഈക്വൽ ടു ഗ്രീക്ക് ആൽഫബറ്റ് 5. ഇതിന് പറയുന്നത് 5 എന്ന ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടും എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. സബ്സെറ്റിൻ്റെ ഒരു നൊട്ടേഷൻ ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. മാത്തമാറ്റിക്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലെറ്റേഴ്സ് ഉണ്ട്, ഗ്രാമർ ഉണ്ട്, അല്ലേ, കുറേ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു നൊട്ടേഷൻ ഉണ്ട്. സബ്സെറ്റിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുകയാണ് വേണ്ടത്. ഇതാണ് സബ്സെറ്റ് നൊട്ടേഷൻ. സി എന്ന് എഴുതരുത്, കുറച്ചൊന്ന് ഇങ്ങനെ ഒരു ഇലോങ്ങേറ്റഡ് സി ഇങ്ങനെ എഴുതാം. ഇതിനെ വായിക്കുന്നത് സബ്സെറ്റ്. അപ്പോൾ നോക്കൂ, ഞാൻ ഇങ്ങനെ എഴുതാം, R1 ഇങ്ങനെ എഴുതി R എന്ന് എഴുതുമ്പോൾ എന്താണ് വായിക്കുന്നത്? R1 ഈസ് എ സബ്സെറ്റ് ഓഫ് R. R1 ഈസ് എ സബ്സെറ്റ് ഓഫ് R. ഇപ്പോൾ നോക്കൂ, ഇതിനെങ്ങനെ വായിക്കുന്നത്? PCM ആണോ? അല്ല, ഇത് നമ്മൾ കുറച്ച് നീട്ട് എഴുതണം. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിനെ വായിക്കുന്നത് P ഈസ് എ സബ്സെറ്റ് ഓഫ് M. P എന്നത് ഒരു സബ്സെറ്റാണ്. ആരുടെ? എമ്മിൻ്റെ സബ്സെറ്റാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പേഴ്സിൽ തന്നെ എടുക്കാം. ഹിസ്റ്ററി ഓഫ് നമ്പേഴ്സ് എടുത്ത് പരിശോധിച്ചാൽ ആദ്യം വരുന്നത് ഏതാണ്? കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. ആ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ കൂടെ 0 ആഡ് ചെയ്തപ്പോഴാണ് ഹോൾ നമ്പർ സിസ്റ്റം വന്നത്. ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ചേർത്തപ്പം സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് വന്നു. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ കൂടെ ഫ്രാക്ഷൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് റാഷണൽ നമ്പർ സിസ്റ്റം കിട്ടി. റാഷണൽ നമ്പർ അല്ലെങ്കിൽ നമ്പേഴ്സ് ഇൻ ദ ഫോം A/B അത് ആഡ് ചെയ്തപ്പോൾ റാഷണൽ നമ്പർ സിസ്റ്റം കിട്ടി. റാഷണൽ അല്ലാത്ത നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3, ക്യൂ റൂട്ട് ഓഫ് 9, ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്. ഈ ഇറാഷണൽ നമ്പേഴ്സ് കൂടി ആഡ് ചെയ്തപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കിട്ടി. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ് ഇതിനെല്ലാം കൂടിയുള്ള വലിയൊരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൻ്റെ സബ്സെറ്റുകളാണ് ഏത് വരുന്നത്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നോക്കൂ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? യെസ്, ഞാൻ ഇതിങ്ങനെ എഴുതാം. ഇതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, അതിനെ കവർ ചെയ്തുകൊണ്ട് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, അല്ലേ. ഇതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏതാ വരുന്നത്? സെറ്റ് ഓഫ് റിയൽ റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ ഇറാഷണൽ നമ്പേഴ്സ് I എന്നൊക്കെ എഴുതാൻ വേണമെങ്കിൽ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സെറ്റ്, ദാറ്റ് ഈസ് കോൾഡ് റിയൽ നമ്പേഴ്സ്.